Guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് yes or no challenge ആണ് ചെയ്യുന്നത്. അതിൽ മെയിൻ കണ്ടന്റ് ആണ്, മെയിൻ സാധനമാണ് മാംഗോ. പഴുത്ത മാങ്ങയുണ്ട്, പച്ച മാങ്ങയുണ്ട്. അപ്പം ഇത് ചെയ്യുന്നത് ഞാനും എൻ്റെ അനിയത്തിയുമാണ്. അപ്പോൾ ഞാൻ പഴുത്ത മാങ്ങയും അവിടെ പച്ചമാങ്ങയാണ്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലിട്ട് പോകാം. ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഇവളാണ് ഇരിക്കുന്നത്, ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ കണ്ണ് കെട്ടാം. ഓക്കെ, ഇതെത്ര? ഇത് 2 ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ണ് നമ്മൾ ശരിക്കും നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴുത്ത മാങ്ങയ്ക്ക് ഇതുപോലെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതെടുക്കും? ഓക്കെ, യെസ് ഓർ നോ? Yes, okay. Okay. No. Yes or no? No. No, no. Okay. നമുക്ക് ഇതെടുക്കാം. കാണിച്ചിട്ടുണ്ട്. Yes or no? No. ഞാൻ അടുത്ത ഇതാണേ. Yes or no? Yes. നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ ചെറുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. നമുക്കിതിന് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓക്കെ, ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊടുത്തു നോക്കാം. ഇത് കൊടുക്കാം. ഇത് കണ്ണഴിക്കട്ടെ. കണ്ണഴിച്ചോളൂ. തേണ്ട സാധനം ഫുള്ളും കുടിക്കണ്ട, അത് രുചിച്ച് നോക്കാം. കൊള്ളാവില്ല. എങ്ങനെയുണ്ട്? നമ്മൾ ഈ ഇത് ആദ്യം രസമാണ്. ഇത് പഞ്ചസാര ഇട്ടുന്നുണ്ട്. വെരിയെന്നെങ്കിൽ പഞ്ചസാര ഇട്ടിരുന്ന. അപ്പോൾ അവിടെ നമ്മുടെ ജ്യൂസാണ് ഇത്. അവർക്ക് അത് ഒട്ടും പിടിക്കാൻ പറ്റില്ല, ഭയങ്കരമാണ്. ഇനി അടുത്തത് ഞാൻ ഇരിക്കും. ഞാൻ ചേച്ചിനെ കണ്ണ കേട്ടാൻ പോകും. ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ സാധനങ്ങൾ എടുത്തോണ്ട് ഇതാണ്. ഇത് നമുക്ക് ചോദിക്കാം. Yes or no? No. Yes or no? Yes. Yes or no? No. Yes or no? No. Okay. വെള്ളം ഒഴിക്കാൻ അറിയില്ലേ? മാങ്ങ ഇടാനോ? See
ഇത് മുളക് പൊടി കൊണ്ട് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കൊണ്ടുള്ളതാണോ കുടിച്ച് നോക്കാം. ജീരകം ഇച്ചിരി ഉപ്പ് കൂടുതലാണ് ഉള്ളത്. കുടിച്ചേ. ഇത് ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. ഇതിന്റെ റെസിപ്പി ഇവളിപ്പോ പറഞ്ഞു തരുന്നത്. നീ എനിക്ക് പറയൂ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് പറയൂ. അതെന്തൊക്കെയാന്ന് പറഞ്ഞോളൂ. മുളക്, ജീരകം, പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഇതിലെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പഴകിയ നാരങ്ങ ഇട്ടു. അത് കുറച്ച് ചേർത്തു. ഉപ്പിട്ടു. ഒരു 2 സ്പൂൺ നല്ലോണം വാരി കോരി ഇട്ടു. അരിച്ചെടുത്ത ഒരു കൂട്ടാണ് ഇത്. നല്ല ടേസ്റ്റ്. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ ഈ റെസിപ്പി വെച്ച് ട്രൈ ചെയ്യണം. പഴകിയ നാരങ്ങയല്ല, നല്ല നാരങ്ങ വെച്ച് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചു. ഇതിലെ നല്ല ഡ്രിങ്കുകൾ ഉണ്ടാക്കി തന്നെയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാണെങ്കിൽ ഒരു 5-6 മുളക് വാരി കൂട്ടി അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാങ്ങ പക്ഷെ അത് ഒറ്റൊരു മുളകാണ്, ഭയങ്കര എരിവുള്ള മുളകായിരുന്നു. ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഉപ്പുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ അടിച്ചു കൊടുക്കേണ്ടി ചേച്ചി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി കാണുന്നതും വരെ ബൈ ബൈ.